ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഇപ്പൊ ഞാൻ കടലക്കറിയിലേക്ക് എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ്. ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്കെന്നാ കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ നമുക്ക് കുക്കറിലോട്ട് കടല ഇട്ട് കൊടുക്കാം. ഇത് വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ്, പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലി മുളകും കൂടെ പൊടിച്ച പൊടിയാണ്. ഇതൊരു 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാല് വിസിൽ വരെ കേട്ടാലാണ് ഇത് വെന്ത് കിട്ടുള്ളൂ. ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ കടലക്കറിയിലേക്ക് എടുത്തിരിക്കുന്നത് 2 മീഡിയം സബോളയും 1 തക്കാളി, 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ പച്ചമുളക്, പിന്നെ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. മുകളിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയിട്ട് കൊടുക്കാം. നാല് വിസിലായിട്ടുണ്ട്. നമുക്കപ്പോൾ കുക്കർ ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് ഉള്ളിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ 1/4 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കടലക്കറി കൂടെ പുട്ടാണ് കഴിക്കാൻ ഉദ്ദേശിക്കണേ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഞാൻ അതുകൊണ്ട് ഇതാ അപ്പുറത്തെ അടുപ്പിൽ പുട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങയാണ്. ഇതും കൂടെ നന്നായി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ കടലയിലേക്ക് ചേർക്കാൻ ഉള്ള അരപ്പിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു പിഞ്ചളവിൽ പെരിഞ്ചീരകം, ഇതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇത് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിടാം.
വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കാം. എനിക്ക് അത്രയ്ക്ക് തിക്ക് വേണ്ട, അത്രയും ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. അപ്പം ഞാൻ ഒന്ന് തിളപ്പിക്കണ വരെ അടച്ചു വെക്കുകയാണ്. കറി ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് 4 സ്പൂൺ അളവിൽ ഗരം മസാല, ഒരു പിഞ്ച് അളവിൽ ചിക്കൻ മസാല. ഈ ചിക്കൻ മസാല ഓപ്ഷനിലാണ്, ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, ഗരം മസാല മാത്രം ചേർത്താൽ മതി. ഒന്ന് ഇളക്കിയിട്ട് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലേശം മല്ലിയിലയും 2 കറിവേപ്പിലയും കൂടെ ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ കടലക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുട്ടിൻ്റെ കൂടെ എന്നാൽ കഴിച്ചു നോക്കാം. ഞാൻ ഇപ്രാവശ്യം കഴിക്കാൻ കൊടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ്. ആൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമുക്കിത് കഴിച്ചു നോക്കാം. മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. കടലക്കറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.